ജിൻഡോയും സായിയും അഭിഷേകും അർജുനും മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ഋഷി, ശ്രീതു, നോറ, സിജോ, ജാസ്മിൻ എന്നിങ്ങനെ എല്ലാവരും ഔട്ടായി. സായിയും അഭിഷേകും ഗ്രൂപ്പ് കളിച്ച് ഒത്തുകളി കളിച്ച് ജിൻഡോയെ സ്റ്റാമ്പ് അടിക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ലൈവില് നല്ല വ്യക്തമായിട്ട് കാണിച്ച സംഭവമാണ്. സായി അങ്ങനെ ഒരു തിരി കൊളുത്തി വിട്ടതുകൊണ്ടാണ് അഭിഷേക് അത്രയും അവിടെ തടഞ്ഞതും ഉന്തും തള്ളും ആയതും. അതൊരു സൈഡിൽ നടപ്പുണ്ട്. ആ ഒരു ഉന്തും തള്ളും നടന്നല്ലോ. അഭിഷേകിന്റെ ബോർഡൊക്കെ പൊളിഞ്ഞ് വീണ് നല്ല രീതിയിൽ തന്നെ ഒരു കയ്യേറ്റം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. പ്രോമോയിൽ കാണിച്ചതിൽ ഒരു പടി മുകളിൽ തന്നെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു, അങ്ങനെ ഒരു സീൻ അവിടെ ഉണ്ടായി. പക്ഷെ ജിൻഡോയ്ക്കാണെങ്കിലും അഭിഷേകിനാണെങ്കിലും അത്ര വലിയ ഒരു കാര്യമൊന്നും അല്ലായിരുന്നു. ഒന്ന് കെട്ടിപ്പിടിച്ചതും അത് അവിടെ അവസാനിച്ചു. സായിയും അഭിഷേകും ഒത്തുകളി കളിച്ചു എന്ന് പറഞ്ഞല്ലോ. അഭിഷേക് സെക്കൻഡ്, സായി തേർഡ്. ഈ ടാസ്ക് ജയിച്ചത് അർജുനാണ്. അർജുൻ കൂടുതലും ഫോക്കസ് ചെയ്ത് ഡിഫൻസിലാണ്. സ്വന്തം ബോർഡിനെ ഡിഫെൻഡ് ചെയ്ത് ഇറങ്ങി കളിക്കാൻ മടിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അർജുൻ. അതിപ്പം ബിഗ് ബോസ് ലെവൽ ഗെയിമിലാണെങ്കിലും ഈ ടാസ്കുകളിലാണെങ്കിലും ഒന്നിലും അർജുൻ ഇറങ്ങി കളിക്കേണ്ട സ്ഥലത്ത് ഇറങ്ങി കളിക്കാറില്ല. ഒഫൻസീവ് കളിക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് കിട്ടി നമ്മുടെ അർജുന. ജിൻഡോയെ രണ്ടുപേര് ടാർഗറ്റ് ആക്കിക്കൊണ്ട് തന്നെയാണ് പുള്ളി പരാജയപ്പെട്ടത്. ഒട്ടും ഫെയർ ഗെയിം അല്ലായിരുന്നു. ഇതില് ആകെ ഫെയർ ആയിട്ട് കളിച്ചു എന്ന് പറയാൻ പറ്റുന്നത് ആകെ നമ്മുടെ ശ്രീതു, നന്ദന എടുത്തു പറയണം. രണ്ടുപേര് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് നിന്നത്. ശ്രീതു പ്രത്യേകിച്ചും. ശ്രീതു ഇറങ്ങിപ്പോയി കളിച്ച് നന്ദനയുടെ ഇത് ആക്രമിക്കാൻ നോക്കി. ശ്രീതുവിന് മാന്തും കിട്ടി, തല്ല് കിട്ടി. അങ്ങനെ ഒരു ലെവലിലായിരുന്നു ശ്രീതു നന്ദന തമ്മില്. ജാസ്മിൻ, സിജോ, ജിൻഡോ എല്ലാവരും ഈ 5 പേരാണ് ഒഫൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കളിച്ചത്. സായിയും അഭിഷേകും അർജുനും എന്തുമാണ് ലാസ്റ്റ് കാണിച്ചത്? ഒരു രീതിയിലും കളിക്കാതെ ആണ് 3 പേരും ഇങ്ങനെ പൊസിഷൻസ് ഡിവൈഡ് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സെക്കൻഡ്, നീ ഫസ്റ്റ്, ഞാൻ സെക്കൻഡ്, തേർഡ്. ആ രീതിയിലുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ലെവല് വൃത്തികെട്ട കളിയാണ് സായി കളിച്ചുകൊണ്ടിരുന്നത്. സായിയെ ഈ ആഴ്ച പുറത്താക്കിയില്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു നിലവാരം ഇടിയും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇയാൾ കളിക്കത്തുമില്ല, ഇയാൾ കളിക്കുന്നവരെ കൊണ്ട് കളിക്കാൻ സമ്മതിക്കത്തുമില്ല.